ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ കുറച്ച് ദിവസങ്ങളാണ്. ഒറ്റ ദിവസത്തിൽ ഷൂട്ട് ചെയ്ത വീഡിയോ അല്ല കേട്ടോ, ഒരുപാട് ദിവസം വെച്ചിട്ടെടുത്ത വീഡിയോസാണ്. അതിൽ നിന്നുള്ള ചെറിയ ചെറിയ ഗ്ലിംസസ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വീട്ടിലെത്തിയതിൻ്റെ അന്ന് പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തലേന്നത്തേക്കൊന്നും പ്രിപ്പയർ ചെയ്ത് വെക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വരുമ്പോൾ ഞാൻ ഈ ഒരു ഇഡ്ഡലി ദോശ ബാറ്റർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സ്ഥിരം ഒരു കമ്പനീൻ്റെ അല്ല വാങ്ങുന്നത്, പക്ഷേ ഇതുപോലെ ബാറ്റർ വാങ്ങിയാൽ നമുക്ക് സിമ്പിളായിട്ട് ഇഡ്ഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റീമറിനെ പറ്റിയിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റീമർ ഞാൻ കോയമ്പത്തൂർ ലുലു എന്നാണ് വാങ്ങിച്ചത്. പ്രൈസ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇത് ഹൗസ് വാമിങ്ങിന് കുറേ മുന്നേ വാങ്ങിച്ചു വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും അതും ഓർമ്മയില്ല. പിന്നെ ആണെങ്കിൽ ഇതിൽ നമുക്ക് ഇതുപോലെയുള്ള തട്ടും ഈ ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ആണ്. അതുകൂടാതെ ഇതിൽ 3 സ്ക്വയർ പ്ലേറ്റ്സ് പോലെ ഇങ്ങനെ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് അതിങ്ങനെ അതിൻ്റെ ബോക്സിൻ്റെ പുറത്ത് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് അത് ബോക്സ് തുറന്നപ്പോൾ മിസ്സിങ് ആയിരുന്നു. പിന്നെ ഈ ഒരു ഹോൾഡറുണ്ട്, ഇതിങ്ങനെ ഈ ഒരു എന്താ പറയുക സ്റ്റാൻഡ് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാനും വെക്കാനൊക്കെ ചൂടുള്ള സമയത്തെ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ കമ്പനി വരുന്നത് JVL എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ കാണാനും ഭംഗിയാണ്, നമുക്ക് സ്റ്റോർ ചെയ്യാനും ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയിലേക്ക് വേണ്ടിയിട്ട് ചട്നിയാണ് റെഡിയാക്കിയത് കേട്ടോ. അപ്പോൾ ഇതാ ഇഡ്ഡലി നമ്മൾ ആ ഒരു റെഡിമെയ്ഡ് മാവ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ സാധാരണ വീട്ടിൽ അരച്ചുണ്ടാക്കുന്ന അതുപോലെ തന്നെയുള്ള ഇഡ്ഡലി തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഇങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാത്ത ദിവസങ്ങളോ അല്ലെങ്കിൽ രാവിലെ തിരക്ക് ഉള്ള ദിവസം നമുക്ക് ഇപ്പോൾ ഏറ്റവും ഈസി ഉണ്ടാവുക ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാനാണ്. പക്ഷേ നമ്മൾ അരി ഇടാനോ അങ്ങനെയൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തലേന്ന് രാത്രി മാവ് ഞാൻ വാങ്ങിപ്പിച്ച് വെക്കും കേട്ടോ. ഇതേ JVL എന്ന് പറഞ്ഞ കമ്പനീൻ്റെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന പുട്ടുകുടം. അതും സ്ക്വയർ ടൈപ്പാണ്. അപ്പോൾ അത് ഞാൻ പിന്നെ ഒരിക്കൽ കാണിച്ചു തരാം. പിന്നെ ഞാൻ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ നിന്ന് പെട്ടെന്ന് പോയിട്ട് അങ്ങനെയല്ല വാങ്ങിച്ചത്, കുറേ മുന്നേ തന്നെ അങ്ങനെ പർച്ചേസ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം ലുലു എന്നുണ്ട്, കോയമ്പത്തൂർ ലുലു, അതുപോലെ തന്നെ DMart, പിന്നെ കോഴിക്കോട് നെസ്റ്റോ ഹോം സെൻറ്റർ, സ്റ്റോറീസ്, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ വാങ്ങിച്ച് വെക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് റിഗ്രറ്റ് ഇല്ല, പെട്ടെന്ന് പോയതുകൊണ്ട് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം സാധാരണ നമ്മൾ ക്ലീനിങ് മുക്കും മൂലൊക്കെ അടിച്ചു വരാമെന്ന് പറയാം നമ്മൾ. അപ്പോൾ അങ്ങനെയാണ് ഒരുപാട് എന്താ പറയുക പല്ലിക്കാട്ടങ്ങളാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത് കേട്ടോ, മാറാലെ. അപ്പോൾ ഞാനിതുപോലെ തന്നെ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് അടിച്ചു വരുന്നതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് തന്നെ ഞാനിങ്ങനെ മാറാലൊക്കെ തട്ടിയെടുക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു മാറാലക്കോല് എടുക്കേണ്ട ആവശ്യം അങ്ങനെ വല്ലാതെ വരലില്ല. അപ്പോൾ ഇതിപ്പോൾ ഒരു മാസത്തിൻ്റെ അടുത്ത് നമ്മൾ വീട് പൂട്ടിയിട്ടുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം ഒരുപാട് ക്ലീനിങ് ചെയ്യാണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ലഞ്ച് പുറത്തുനിന്നാണ് കഴിച്ചത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മളങ്ങനെ ഭയങ്കര ക്ലീനിങ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഓൾറെഡി ഒരു അസുഖം കഴിഞ്ഞ് റിക്കവറായി വരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ എന്നെ സ്ട്രെസ് ചെയ്തിട്ട് ഞാൻ ഒരു പണിയും ചെയ്തിട്ടില്ല. ഒക്കെ അങ്ങനെ റിലാക്സ് ചെയ്തിട്ട് സമയമുണ്ടല്ലോ, നമുക്ക് എപ്പോഴും നമ്മളെ ബോഡി തന്നെയാണ് വലുത്, അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ ബാക്കിയുള്ളത് ഒക്കെ ചെയ്യാൻ നമുക്ക് സമയം കാര്യമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെയുള്ള നമ്മൾ വീട് പൂട്ടി വന്ന് തിരിച്ചു വന്നാൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു സിമ്പിൾ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മുന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഇങ്ങനൊരു ചാനൽ ഉണ്ടെന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു കമൻറ്റ്, ജസ്റ്റ് ഒരു സ്മൈലി ആയാലും മതി. അപ്പോൾ ഒരു കമൻറ്റും കൂടി ഇടാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ഇതിൽ വീഡിയോയിൽ ഞാൻ 1-2 ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റിലുള്ള വീഡിയോസ് നിങ്ങൾക്കറിയാം, ഒരുപാട് നല്ല റെസിപ്പീസ് നല്ല HD ക്വാളിറ്റി വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഈസി ആയിട്ട് സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് തന്നെ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് ഞാൻ കഴുകിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് വേവ് കൂടുതലുള്ള പച്ചക്കറികൾ, അതായത് നമ്മൾ ഉരുളക്കിഴങ്ങ്, ചേന അങ്ങനെയുള്ളതൊക്കെ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് കുക്കറിൽ 2 വിസിൽ അടുപ്പിച്ചെടുക്കുക. ആവി പോയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള പച്ചക്കറികൾ, അതായത് ഒന്ന് തിളച്ചാൽ വേവുന്ന തരത്തിലുള്ള എല്ലാവിധ പച്ചക്കറികളും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇളക്കിയെടുക്കാം കേട്ടോ.
അപ്പോൾ ഈ രീതിയിൽ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളാട്ടോ, ഒരുപാട് സ്റ്റെപ്സ് ഒന്നുമില്ല. ഇനി തിളച്ചൊന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എന്ത് സാമ്പാറാണ്, പക്ഷേ അങ്ങനെയല്ല കേട്ടോ, ഇതിൻ്റെ താളിപ്പിലാണ് കാര്യം വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തലേന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയ മാവിൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിറ്റേ ദിവസം ദോശയാക്കാണ് കേട്ടോ. സാധാരണ ഞാൻ വീട്ടിൽ മാവ് അരയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ്. ആദ്യത്തെ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും, പിറ്റേ ദിവസം ദോശ ഉണ്ടാക്കും. അപ്പം അങ്ങനെ ആകുമ്പം നമുക്ക് ഒരു 2-3 ദിവസത്തേക്കുള്ള കാര്യങ്ങൾ ഈസി ആവും കേട്ടോ. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ വറവിടാം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് സാമ്പാർ വറവിടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് കൂട്ടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ബ്രൗൺ കളറായി വന്നതിന് ശേഷം ബാക്കി ഈ ചുവന്ന മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. നല്ലോണം തന്നെ ചേർക്കുക കേട്ടോ, ഒരു 3 ടേബിൾ സ്പൂണോളൊക്കെ ചേർക്കുക. കാരണം നിങ്ങൾക്കറിയാം നമ്മൾ വേറെ സ്പൈസസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്തിട്ട് ഒരു മണം വരുന്ന സമയം വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ശേഷം നമ്മൾ കറിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ഫ്രിഡ്ജ് ക്ലീനിങ്ങിനാണ് നിന്നിട്ടുള്ളത് കേട്ടോ. കാരണം ഒരുപാട് സാധനങ്ങൾ എല്ലാം കാലിയായിരുന്നല്ലോ, അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. പക്ഷേ തലേ ദിവസം ഒന്നും എടുത്ത് വെക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം എടുത്ത് വെക്കാൻ കരുതി. അപ്പോൾ അത് ഡീപ്പ് ക്ലീനിങ് ഒന്നുമല്ല, പെട്ടെന്ന് കുറച്ച് വൃത്തികേടായും തോന്നിയ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ചധികം ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ 3 ബോക്സിലായിട്ട് കഴുകിയിട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് എടുക്കാൻ ഈസി ആവുമല്ലോ. ഇനി ഇത് വേറൊരു ദിവസം എടുത്താൽ കേട്ടോ. അന്നത്തെ ദിവസം ഞാൻ ഈ ഒരു ഏരിയയാണ് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചത്. കാരണം ഇതിലാണ് നമ്മളെല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മോശമായിട്ടുണ്ട്. എല്ലാ ഐറ്റംസും ചീത്തായിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും ഈ ഒരു കുത്താളം എന്ന് പറയും, നമ്മൾ എന്തായാലും പറയാം, ചെള്ളോ എന്തോ അത് വന്നിട്ട് ഇനി ഒരു ഐറ്റംസും ബാക്കിയില്ല എന്നുള്ള രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും മൊത്തത്തിലെടുത്തിട്ട് എല്ലാം ഒഴിവാക്കി എല്ലാ ടിന്നും കാര്യങ്ങളൊക്കെ കഴുകി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പുതിയ സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇതിന് മുന്നേയും ഇതുപോലെ ഞാൻ ആ ഉള്ളത് മാത്രം ഒഴിവാക്കിയിട്ട് പിന്നെ ചെയ്യുമ്പോഴും എല്ലാത്തിലേക്കും അത് കയറുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഒഴിവാക്കാമെന്ന് കരുതി. എന്തായാലും എല്ലാം ചീത്തായിട്ടുണ്ട്, പിന്നെ എടുത്ത് വെക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ ഒഴിവാക്കാന്ന് പറഞ്ഞാൽ വെറുതെ കളഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഉമ്മക്ക് കോഴി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കളഞ്ഞിട്ടുമില്ല, നമുക്ക് ഏതായാലും ആവശ്യമില്ലാത്തതുകൊണ്ട് അത് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോക്സ് ഞാൻ ബാക്കി വന്ന സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടോ. നമ്മൾ ടിന്നിൽ നിറച്ചതിന് ശേഷം ബാക്കി ഉണ്ടാവുമല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് വെക്കുക ചെയ്യുന്നത്. ഇതിലുള്ള സാധനങ്ങളൊന്നും അങ്ങനെ ചീത്തായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വെയിലത്ത് വെച്ചിട്ട് എടുക്കാൻ കരുതി. ഈ ബോക്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമല്ലോ. ഇതാ അപ്പം ഒഴിവാക്കാനുള്ളതൊക്കെ ഒഴിവാക്കി കഴുകാനുള്ളതൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ബ്രേക്ക് ഇതാ ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ഇതുപോലുള്ള ജോലികളൊക്കെ ചെയ്യൽ കേട്ടോ. അപ്പോൾ ഉണർന്നാൽ പിന്നെ ഏതായാലും തൊട്ട സ്ഥിതിക്ക് നമുക്ക് മുഴുവനാക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ഓരോ അടവുകളൊക്കെ പയറ്റി നോക്കും. ചില സമയത്തോട് ഇതുപോലെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് തരും. പിന്നെ ഇപ്പോൾ എല്ലായിടത്തു നിന്ന് ഇറങ്ങാനൊക്കെ പഠിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് തിരിയുമ്പോഴത്തേക്ക് നമ്മളെ ബാക്കിൽ തന്നെ വീണ്ടും എത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പം അന്ന് പിന്നെ ഒരു പണിയെടുക്കാൻ അവൾ സമ്മതിച്ചില്ല കേട്ടോ. അപ്പം ഞാനിതൊക്കെ കഴുകാൻ പുറത്തു കൊണ്ടുപോയി ഇട്ടുകയും ചെയ്തു. അപ്പോൾ ഉമ്മ വന്നപ്പം കണ്ടപ്പം ഉമ്മ എനിക്ക് മൊത്തം കഴുകി തന്നു കേട്ടോ. അങ്ങനെ പിന്നെ വൈകുന്നേരം ഞങ്ങളിങ്ങനെ സ്കേറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ NHൻ്റെ പണി നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ പോയി. അപ്പോൾ കേശ സ്കേറ്റിംഗ് പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ അത് പുതിയ ഷൂവും കൂടിയാണ്, അപ്പോൾ അതൊന്ന് ലെവലായി വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ വേറെ ഒരാൾ നടക്കാൻ പഠിക്കുന്നതും കൂടി കാണാം കേട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് പ്ലാന്റ്സും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കിച്ചണിലുള്ളത് ചീത്തായിട്ടുണ്ടാവും എന്ന് കരുതിയിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ അതിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് പുതിയ 2 കുപ്പിയിലേക്കാക്കി മാറ്റാമെന്ന് കരുതി. അപ്പോൾ ഇതിങ്ങനെ കുപ്പിയിലേക്കാക്കി വെക്കുന്നേ ഉള്ളൂ. എവിടെ പ്ലേസ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഇൻഷാല്ലാ ചെറിയ രീതിയിൽ കിച്ചണിന് ഒരു മേക്ക് ഓവർ കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് അത് കാണിക്കാം. അങ്ങനെ വലിയ രീതിയിലൊന്നുമല്ലല്ലോ, ചെറിയ സെറ്റപ്പിൽ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ചെറിയ മേക്ക് ഓവറും അതുപോലെ വെച്ച സാധനം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണല്ലോ.
അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇനിയും നമുക്കിതുപോലുള്ള ഒരുപാട് വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. റെഗുലറായിട്ട് വീഡിയോസ് ഇടണമെന്നും കരുതുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും നമ്മൾ തീരുമാനിക്കാൻ പോലെ അല്ലല്ലോ നടക്കുക. അപ്പോൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ റെഗുലർ വീഡിയോസൊക്കെ ചെയ്യാമെന്ന് കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിന് മുന്നേ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് മുന്നേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് നമ്മൾ ആ ഒരു മുണ്ടക്കൈ ദുരന്തം അതൊക്കെ വന്നിട്ട് മനുഷ്യനാകെ എന്താ പറയുക, എല്ലാവരും അവസ്ഥ അതന്നെ ആയിരിക്കും അല്ലേ. എനിക്കൊന്നും കുറച്ചധികം ദിവസത്തേക്ക് ഉറക്കേ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. രാത്രി കിടക്കുമ്പം പേടിയെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതനുഭവിച്ച ആ ഒരു മനുഷ്യർ എന്തായിരിക്കും ഈ ഒരു സമയത്ത് ചെയ്തിട്ടുണ്ടാവുക, ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിക്കൊണ്ടിരുന്നത്. നമുക്ക് സംഭവിക്കും എന്നുള്ള പേടി അങ്ങനെയല്ല കേട്ടോ. അപ്പം എന്തായാലും റബ്ബ് നമ്മളങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. പിന്നെ നമ്മൾ സാധാരണ വ്ളോഗും അതുപോലെ തന്നെ റെസിപ്പി വീഡിയോസും കൂടാണ്ട് കുറച്ച് റിവ്യൂ വീഡിയോസും കൂടി ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ നമ്മൾ കമൻറ്റിലൊക്കെ ഓരോന്ന് കാണുമ്പം ഓരോരുത്തരിങ്ങനെ ചോദിക്കുമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ആ ഒരു സ്റ്റീമറിൻ്റെ റിവ്യൂ പറഞ്ഞ പോലെ ഞാനിപ്പം 1 ഇയറായി വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ റിവ്യൂ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, പുതിയ വീട് വെക്കുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരെ നമ്മളെപ്പോഴും റിവ്യൂ നോക്കിയിട്ടാണ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് അതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.